എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ചില വ്യക്തികൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരാറുണ്ട്. അപൂർവമായ പല നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാറുണ്ട്. പല ലക്ഷ്യങ്ങളും ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കാറും ഉണ്ട്. ജ്യോതിഷപ്രകാരം അങ്ങനെ ചില നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഉയർച്ചയും സർഗാത്മകതയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയിലേക്കുള്ള ഒരു പ്രയാണവും സാധ്യമാകും. ഇവരുടെ ഈ നേട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്വാധീനവും ആ നക്ഷത്രത്തിൽ പിറന്നു എന്നുള്ള കാര്യവുമാണ്. അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. അസാധാരണമായ ബുദ്ധിശക്തിയും സർഗാത്മകതയും ഉള്ള വ്യക്തികളായ ചില നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി തന്നെ രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിച്ച നാൾ മുതൽ ഭാഗ്യവും വളരെയധികം സമൃദ്ധിയും അനുഭവത്തിൽ വരാറുണ്ട്. സമ്പത്തിനോടുള്ള ആകർഷണവും ആത്മീയ കാര്യങ്ങളിൽ ഉള്ള അതീവ താല്പര്യവും ഇവരുടെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഇതിവർക്ക് ജീവിത വിജയം ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ പരിശ്രമങ്ങളും വിജയത്തിലെത്തിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. ഇപ്രകാരം തൊഴിൽ മേഖലയിലായാലും മറ്റു മേഖലകളിലായാലും ഇവർക്ക് വിജയം ഉറപ്പാക്കുവാൻ സാധിക്കുന്നു. അടുത്തതായി ഈ ഗണത്തിൽ വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം കഠിനാധ്വാനികളും പോരാട്ട വീര്യമുള്ളവരും വിജയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മിടുക്ക് കാണിക്കുന്നവരുമാണ്. ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് തുടക്കത്തിലൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും 20 വയസ്സിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളെയൊക്കെ മറികടന്ന് വളരെ ഉയർന്ന നിലവാരമുള്ള ജീവിതവും സാമ്പത്തിക സ്ഥിതിയും മറ്റും കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി ഈ ഗണത്തിൽ വരുന്ന മറ്റൊരു നക്ഷത്രമാണ് ചോതി. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിജയവും സാമ്പത്തികമായ ഉയർച്ചയും അവരുടെ ജീവിതത്തിൻ്റെ പോക്കിൽ തന്നെ സാവധാനം എത്തിച്ചേരുന്നതാണ്. പ്രത്യേകിച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെയധികം ഉയർച്ചയും സാമ്പത്തിക ഉന്നമനവും വേഗത്തിൽ വന്നു ചേരുന്നതുമാണ്. ഇവരുടെ സമ്പത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇവരെ വളരെ പെട്ടെന്ന് തന്നെ ധനികരാക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തതായി ഈ ഗണത്തിൽ വരുന്ന മറ്റൊരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ അച്ചടക്കവും അതുപോലെ തന്നെ ദൃഢനിശ്ചയവും കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നവരാണ്. ഇച്ഛാശക്തിയും തന്ത്രപരമായ ചിന്തയും വഴി ബിസിനസ്സിലായാലും ജോലിയിലായാലും എല്ലാ പ്രശ്നങ്ങളെയും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഘൂകരിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ മറ്റുള്ളവരെ വശത്താക്കുവാനുള്ള പ്രത്യേകമായ കഴിവും ഇവരിൽ ജന്മസിദ്ധമായി കണ്ടുവരുന്നു. അടുത്തത് ഈ ഗണത്തിൽപ്പെട്ട മറ്റൊരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സാമ്പത്തിക സ്ഥിരതയും വിജയവും ജീവിതത്തിൽ ഉടനീളം ലഭ്യമാകുന്നതാണ്. സാമ്പത്തിക തടസ്സമില്ലാതെ ജീവിതപാത മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അവസാനമായി അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സമ്പത്തും വിജയവും ജീവിതത്തിൽ ഉറപ്പാണ്. തൊഴിൽ മേഖലയിലായാലും സാമ്പത്തികമായ മേഖലയിലായാലും ഇവർക്ക് വിജയം കണ്ടെത്തുവാൻ സ്വതസിദ്ധമായ ഒരു കഴിവ് തന്നെ ജന്മനാൽ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.